ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി. അതായത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബസ്മതി റൈസിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. അപ്പം വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഫിൽഫിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു സ്പൈസ് ഗാർഡൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ആ സ്പൈസ് ഗാർഡൻ ചിക്കൻ ബിരിയാണിയിലേക്ക് വേണ്ട ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിന് ഒരു 8 കിലോ ഉള്ളി ചെറുതാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 10 ചിക്കന് കട്ട് ചെയ്ത് ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു ചിക്കൻ 8 പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൽ മസാലപ്പൊടികളെല്ലാം ചേർത്ത് മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ അത് റെഡിയാണ്. ഇനി ഞാൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ ഞാൻ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 750 ഗ്രാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, പൂവ്, ഏലക്ക, അതേപോലെ ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ചേർത്തിട്ട് നന്നാക്കി ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഇതിലേക്ക് ഞാൻ 3 കിലോ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു 100 ബിരിയാണിയോളം കൊടുക്കാനുള്ള മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതേപോലെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിനുള്ള സാൾട്ട് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. നന്നാക്കി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നാക്കി ഇളക്കി മിക്സ് ആക്കുക. ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. അതിനുശേഷം ഈ മസാല തയ്യാറായതിനു ശേഷം കുറച്ച് മസാല ഞാനിതിൽ നിന്ന് മാറ്റി വെക്കും. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ചേർത്ത് മസാല മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് റൈസ് ഊറ്റി ദമ്മ് ചേർക്കുന്നത്. ദമ്മിൽ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് റൈസ് ചേർക്കില്ല. കുറച്ച് മസാലയ്ക്ക് വേണ്ട റൈസ് മാത്രം ചേർത്തിട്ടാണ് ദമ്മ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിനുശേഷം റൈസ് മാത്രം വേറെ ദമ്മ് ചെയ്ത് ചേർത്തിട്ടാണ് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഒരു 4 ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം 1/4 കപ്പ് തൈര് അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ റൈസ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ റൈസ് റെഡിയായതിനു ശേഷം ഇതിലേക്ക് ബസ്മതി റൈസാണ് ഈ ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഫുള്ള് റൈസ് ചേർക്കുന്നില്ല, കുറച്ച് റൈസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ശേഷം നമുക്കിതിൽ കുറച്ച് ഗീയും അതേപോലെ ഉള്ളി പൊരിച്ചത്, മല്ലിയില, പുതിന എല്ലാം ചേർത്തിട്ട് നന്നാക്കി ഒന്ന് ദമ്മിട്ടെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ദമ്മിടാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ റൈസ് ഇതേപോലെ തന്നെ ഊറ്റിയതിന് ശേഷം റൈസ് മാത്രം വേറെ ദമ്മിടും. അതിനുശേഷം ആ റൈസും ഈ റൈസും മിക്സ് ചെയ്തിട്ടാണ് ബിരിയാണി സെർവ് ചെയ്യുന്നത്. അതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ട്രൈ ചെയ്യുക. കുറച്ച് ഉള്ളി പൊരിച്ചതും അതേപോലെ കുറച്ച് ഫുഡ് കളറും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ദമ്മിടാൻ വെച്ചിട്ടുണ്ട് ബിരിയാണി. അടിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കണം. അപ്പോൾ ദമ്മ് ഇട്ടതിന് ശേഷമുള്ള ബിരിയാണിയാണിത്. ഇതൊന്ന് നമുക്ക് മസാല ഒന്ന് ഇളക്കി നോക്കാം. ഇതേപോലെ എടുത്തിട്ട് ചിക്കന് സൈഡിൽ നിന്ന് പീസുകൾ വേണ്ടതുപോലെ എടുത്തിട്ട് നമുക്കിതിൽ റൈസ് കൂട്ടിയിട്ട് ബിരിയാണി ഓരോരുത്തർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈസ് ഗാർഡൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇന്നത്തെ. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതിൻ്റെ വീഡിയോയുടെ ഫുൾ ഭാഗങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. കാരണം ബിരിയാണിയുടെ നമുക്ക് ഏകദേശമൊക്കെ അറിയുന്നതാണ്.
അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വെക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പൈസ് ഗാർഡൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അപ്പം ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.